Hi students, today we are going to discuss about theories of language development from our first module. So, we will be discussing about some theories and their ideas about the development of languages. So, first let us look into learning theory. Learning theory propose ചെയ്തത് എന്താണെന്ന് വെച്ചാൽ they considered ലാംഗ്വേജ് ആസ് എ ലേൺഡ് സ്കിൽ. നമ്മൾ പഠിച്ചെടുക്കുന്ന മറ്റു സ്കില്ലുകളെ പോലെ പഠിച്ചെടുക്കുന്ന ഒരു ലേൺഡ് സ്കില്ലായിട്ടാണ് അവർ എന്തിനെ കൺസിഡർ ചെയ്തത്, ലാംഗ്വേജ് കൺസിഡർ ചെയ്തത്. ആൻഡ് ദേ ഓൾസോ ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ പ്രിൻസിപ്പൽ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് കണ്ടീഷനിങ് ഫോർ ലാംഗ്വേജ് അക്വിസിഷൻ. അവർ പറഞ്ഞത് ലാംഗ്വേജ് അക്വിസിഷന് റീഇൻഫോഴ്സ്മെൻറ്റും കണ്ടീഷനിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ്. വി നോ ദാറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓർ ആക്ഷൻ ദാറ്റ് സ്ട്രെങ്തൻ അ ബിഹേവിയർ. ഒരു ഡിസേർഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആക്ഷനോ ഒബ്ജക്റ്റോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ കണ്ടീഷനിങ്ങിലൂടെ പഠിച്ചെടുക്കുന്നതാണ് ലാംഗ്വേജ് എന്നാണ് അവർ പറഞ്ഞത്. ആൻഡ് ദേ ഓൾസോ ഗിവ് ഇമ്പോർട്ടൻസ് ടു പാരൻസ്. ഹൗ പാരൻസ് സ്പീക്ക് ടു ദെയർ ചിൽഡ്രൻ ആർ മോർ important to make them proficient in languages. They said that how well they communicate, how well the parents communicate to their children makes their children masters in languages. But what happened is this become very less successful in explaining the rules of language. We already learned about some rules of language, structures of language. അപ്പം ഈ ഒരു റൂൾസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഹൗ ദ ചൈൽഡ് ലേൺസ് ദ റൂൾസ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ലേണിംഗ് തിയറി എന്ത് ചെയ്തു, ഫെയിലായി. കാരണം ദേ ഡിഡിൻറ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് ബിക്കോസ് പാരൻറ്റ് റീഇൻഫോഴ്സ് ഓൾ ദെയർ ലാംഗ്വേജ് പ്രൊഡക്ഷൻ. എല്ലാ ലാംഗ്വേജ് പ്രൊഡക്ഷനും റീഇൻഫോഴ്സ്മെൻറ്റ് പാരൻറ്റ് കൊടുത്താൽ ദ ചൈൽഡ് വോണ്ട് അണ്ടർസ്റ്റാൻഡ്സ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ദ യൂസിങ് ഓഫ് ഡിഫറെൻറ്റ് ഇൻറ്റോണേഷൻസ്, സ്ട്രെസ്സേഴ്സ് എക്സെട്ര. സോ ഇതെങ്ങനെയാണ് കുട്ടികൾ പഠിച്ചത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ലേണിംഗ് തിയറിസ്റ്റുകൾ ഒരിക്കലും സാധിച്ചിരുന്നില്ല. Now comes the second approach, that is nativistic approach. Nativistic approachനെ സംബന്ധിച്ചിടത്തോളം they considered language as an innate skill. Innate skill means a skill that we get by birth. So a very important personality in this was Noam Chomsky, who proposed this theory in 1968. According to him, he said that നമ്മൾക്കൊരു genetically determining innate mechanism ഉണ്ട് which is responsible for the language development, and he called that as language acquisition device. നമ്മുടെ ആ ഒരു മെക്കാനിസത്തിനെ, ഇന്നേറ്റ് മെക്കാനിസത്തിനെ അദ്ദേഹം വിളിച്ചിരുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നായിരുന്നു, which is a very neutral system which helps a human or the humans to understand ദ ലാംഗ്വേജ് മനസ്സിലാക്കാനും അതേപോലെ തന്നെ ലാംഗ്വേജ് പഠിച്ചെടുക്കാനും ഇന്നേറ്റ് ആയിട്ടുള്ളൊരു മെക്കാനിസം ഉണ്ട്, അതാണ് റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞു. ആൻഡ് ഓൾസോ ഹീ സെഡ് ദാറ്റ് വേൾഡ്സ് ലാംഗ്വേജസ് ഷെയർ, ഓൾ ദ ലാംഗ്വേജസ് ഷെയർ അണ്ടർലൈങ് സ്ട്രക്ചർ. കോമൺ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് തന്നെ നമ്മുടെ യൂണിവേഴ്സിൽ ഉണ്ട് എന്നാണ് നേറ്റിവിസ്റ്റിക് അപ്രോച്ച് ബിലീവ് ചെയ്തിരുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ഇൻട്രാക്ഷണലിസ്റ്റിക് അപ്രോച്ച്. Interactionalistic approach, from the name itself it's clear that there is some interaction. എന്തൊക്കെയോ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ആൻഡ് ദ ഇൻട്രാക്ഷൻ ഈസ് ബിറ്റ്വീൻ എൻവയോൺമെൻറ്റ് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. സോ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ എൻവയോൺമെൻറ്റും ജനറ്റിക്കലി പ്രീ ഡിസ്പോസിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. ആ ഒരു ഇൻട്രാക്ഷനാണ് കുട്ടികളെ ലേണിങ്ങിന്, അതായത് ലാംഗ്വേജ് ലേണിങ്ങിനും ലാംഗ്വേജ് ടീച്ചിങ്ങിനും റെഡിയാക്കുന്നത്, അവരെ പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. സോ ദേ കൺസിഡേർഡ് ഇറ്റ് ആസ് എ കമ്പ്യൂട്ടർ ലാംഗ്വേജ്. ആസ് എൻ എ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ദേ കൺസിഡേർഡ് ഇറ്റ് ദ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആസ് എ ഹാർഡ്വെയർ ആൻഡ് എക്സ്പോഷർ ടു ലാംഗ്വേജ് ആസ് സോഫ്റ്റ്വെയർ. എന്നിട്ട് ദേ ഓൾസോ സെഡ് ദാറ്റ് ദീസ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻഫ്ലുവൻസ് ലാംഗ്വേജ് ഓൺ തിങ്കിങ്. ലാംഗ്വേജും തോട്ടിനെയും റിലേറ്റ് ചെയ്യാൻ ഈ ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസും അതോടൊപ്പം എൻവയോൺമെൻറ്റിൻ്റെ എക്സ്പോഷറും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇൻട്രാക്ഷണലിസ്റ്റ് അപ്രോച്ച് പറഞ്ഞത്. ഈ ഇൻട്രാക്ഷണലിസ്റ്റിക് അപ്രോച്ച് തന്നെ രണ്ട് ഫേമസ് പേഴ്സണാലിറ്റീസിൻ്റെ ആർഗ്യുമെൻറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് ഡിബേറ്റ്സ് നടന്നിട്ടുണ്ട് ഈ ടോപ്പിക്കിൽ ബേസ്ഡ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് തോട്ട്.
സോ ആ രണ്ട് പേഴ്സണാലിറ്റീസ് ഇറ്റ് വാസ് ജീൻ പിയാഷെ ആൻഡ് വൈറ്റ്ഗോട്സ്കി. ഇവർ രണ്ട് പേരും ഒരുപാട് ഡിബേറ്റ്സ് നടത്തിയിട്ടുണ്ട്. ഏതായിരുന്നു ആ ടോപ്പിക്? ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് തോട്ട്. So, according to Jean Piaget, he said that concept preceded and aided the development of language. അതായത് കോൺസെപ്റ്റ് ആദ്യം നമ്മളൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു കുട്ടി ആ ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിലോട്ട് പോവുള്ളൂ എന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഒരു ചൈൽഡ് മമ്മ എന്നുള്ള വേർഡ് പഠിക്കുന്നതിൻ്റെ മുന്നിൽ തന്നെ എന്ത് പഠിക്കണം? മമ്മ, വാട്ട് ഈസ് ഹിസ് മദർ, മദറിനെ കുറിച്ചൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു മെൻ്റൽ സ്കീമ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഈ കുട്ടി മമ്മ എന്ന് വിളിക്കാൻ പഠിക്കുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? ജീൻ പിയാഷെ പറഞ്ഞത്. അതേപോലെ തന്നെ ജീൻ പിയാഷെ പ്രീ സ്കൂൾ ചിൽഡ്രനിൽ ഒരുപാട് സ്റ്റഡി നടത്തിയിട്ട് നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, ഈ കുട്ടികൾ സെൽഫ് ടോക്കിന് ഒരുപാട് സമയം കണ്ടെത്തുമായിരുന്നു. അതായത് അവർ മറ്റു കുട്ടികളുടെ കൂടെ കളിക്കുകയാണെങ്കിലും ഈവൻ ഇഫ് ദേ പ്ലേ വിത്ത് അനദർ ചിൽഡ്രൻ ദേ ഫൈൻഡ് ടൈം ടു they spend more time in talking to themselves, and he called this process as collective monologue. So what is collective monologue means? The preschool children spend more time in talking to themselves even when they play with other children. He also said that ഈ ഒരു ബിഹേവിയർ എന്താണ്? ഇറ്റ് ഈസ് നോൺ സോഷ്യൽ. ഇതൊരു നോൺ സോഷ്യൽ ബിഹേവിയർ ആണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഏജിലുള്ള കുട്ടികൾ എന്താന്ന് പറഞ്ഞു? ദേ ആർ വെരി ഈഗോസെൻട്രിക്. ദേ ആർ ഈഗോസെൻട്രിക് ഇൻ ദ സെൻസ് ദേ ഓൺലി കോൺസെൻട്രേറ്റ് ഓൺ ദെയർ ഓൺ തിങ്സ്. That is the child's point of view without any regard to others. They only regard about themselves. They won't have any regards of others. So what happens if they are non-social and very egocentric? They won't be having much socialization. So as their socialization and social involvement increases, this egocentric behavior reduces. And what about Vygotsky? Vygotsky എന്താണ് പറഞ്ഞത്? Vygotsky also tried to explain about the development of concepts. He also explained about concepts. At the same time, he said that the child learned to control behavior, including social behaviors. So, ഇവർ പറഞ്ഞത്, വൈറ്റ്ഗോട്സ്കി പറഞ്ഞതിൽ ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ലാംഗ്വേജ് ആക്ച്വലി കുട്ടീനെ കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റിന് മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത്, പക്ഷേ ഒരു കുട്ടിയുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു? വൈറ്റ്ഗോട്സ്കി പറഞ്ഞു. സോ വൈറ്റ്ഗോട്സ്കി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുട്ടി മമ്മ എന്നുള്ളൊരു കോൺസെപ്റ്റ് പഠിക്കുന്നത് കൂടെ തന്നെ മമ്മേൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. വേരിയസ് എലമെൻറ്റ്സ് ഓഫ് മദറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ഫോർ ഹിം മദർ മീൻസ് സോഫ്റ്റ്, ഫുഡ് കൊടുക്കും, സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരു വേർഡിന് ആ കുട്ടി ഒരുപാട് മീനിങ് തന്നെ കണ്ടെത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത്, ഹി ഓൾസോ ഗീവ് ഇമ്പോർട്ടൻസ് ടു ഈഗോസെൻട്രിക് സ്പീച്ച്. ഹി സെഡ് ദാറ്റ് ഈഗോസെൻട്രിക് സ്പീച്ച് ഹെൽപ്പ് ദ ചൈൽഡ് ടു ഫോം തോട്ട് ആൻഡ് കൺട്രോൾ ആക്ഷൻസ്. ഒരു തോട്ട് ഫോർമേഷനും ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനും ഈ ഒരു ഈഗോസെൻട്രിക് ബിഹേവിയർ അല്ലെങ്കിൽ ഈഗോസെൻട്രിക് സ്പീച്ച് ഒരു കുട്ടിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹി സെഡ് ദാറ്റ് പ്രൈവറ്റ് സ്പീച്ച് കുട്ടികളെ ഒന്നുകൂടെ ആക്റ്റീവായിരിക്കാൻ സഹായിക്കും. പ്രീ സ്കൂൾസിലൊക്കെ കുട്ടികളെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൈവറ്റ് സ്പീച്ച് കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഹി ഓൾസോ സെഡ് ദാറ്റ് ബ്രൈറ്റ് ചിൽഡ്രൻ, വെരി ബ്രൈറ്റ് ആൻഡ് ഇൻ്റലിജൻറ്റ് ചിൽഡ്രൻ യൂസ് മോർ പ്രൈവറ്റ് സ്പീച്ച് ഇൻ സോഷ്യലൈസേഷൻ ആൻഡ് ടു സോൾവ് നോവൽ പ്രോബ്ലംസ്. പുതിയ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ സോഷ്യലൈസേഷനിലും അവരെന്ത് ഹെൽപ്പ് ചെയ്യും? ഇങ്ങനെയുള്ള ഒരു സ്പീച്ച്, പ്രൈവറ്റ് സ്പീച്ചസ് ഈ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു വൈറ്റ്ഗോട്സ്കി പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി ഹൈപ്പോത്തസിസ് ആണ്. ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി ഹൈപ്പോത്തസിസ് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. It describes that language shapes and influence our thoughts. So they also said that there is relationship between language and thoughts. They said that language shapes the thought. And they were also having many accepted theories, but they didn't accept the theory of Piaget. And in this hypothesis, we discuss about a famous hypothesis, that is Sapir-Whorf hypothesis.
അപ്പോൾ സാഫിർ വോൾഫ് ഹൈപ്പോത്തസിസ് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ദ ഹൈപ്പോത്തസിസ് അസ്യൂംസ് ദാറ്റ് തോട്ട് പ്രോസസ്സസ് ആൻഡ് കോൺസെപ്റ്റ്സ് വിത്തിൻ എനി കൾച്ചർ ആർ ഡിറ്റർമൈൻഡ് ബൈ ദ വേർഡ്സ് ഓഫ് ദാറ്റ് കൾച്ചർ. ഒരു കൾച്ചറിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ആക്ച്വലി ആ ഒരു കൾച്ചറിലുള്ള തോട്ടിനെയും അതേപോലെ തന്നെ കോൺസെപ്റ്റ്സിനെ എല്ലാം ഡെവലപ്പ് ചെയ്യാൻ ഒരു ഇൻഡിവിജ്വലിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒരു ഇൻഡിവിജ്വൽ ഏത് കൾച്ചറിലാണോ വളർന്നത് ആ കൾച്ചറിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കും എന്ത്, ആ ഒരു വേർഡ്സ് ഈ ഒരു കുട്ടിയുടെ തോട്ട് പ്രോസസ്സിനെയും അതോടൊപ്പം തന്നെ കോൺസെപ്റ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റിനെയും ഹെൽപ്പ് ചെയ്യും. പിന്നീട് ഈ ഒരു സാഫിർ വോൾഫ് ഹൈപ്പോത്തസിസിനെ വിളിച്ചത് ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി ഹൈപ്പോത്തസിസ് എന്നായിരുന്നു. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞു വേറൊരു കാര്യമാണ്, നമ്മുടെ തോട്ട് പ്രോസസ്സസിനെ നമ്മുടെ ലാംഗ്വേജ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ഓൾസോ ഡിസ്ക്രൈബ്ഡ് അബൌട്ട് topic that is cognitive universalism. What is cognitive universalism? That are concepts are universal and influence the development of language. It was said by Roche and Haider. കോഗ്നിറ്റീവ് യൂണിവേഴ്സലിസം പറഞ്ഞത് എന്താ വെച്ചാൽ എല്ലാ കോൺസെപ്റ്റ്സും എന്താണ്, യൂണിവേഴ്സലാണ്, എല്ലാവർക്കും ഒരേപോലെ കോൺസെപ്റ്റ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കോൺസെപ്റ്റ്സിന് നമ്മുടെ ലാംഗ്വേജിനെ അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നാണ് ഈ ഒരു റോഷിയും ഹൈദറും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. സോ ഇതാണ് തിയറീസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പ്ലീസ് ഗോ ത്രൂ ദിസ് തിയറീസ് and then comes with the doubt in next class.